നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഒരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോ തന്നെയാണ് കേട്ടോ. ഇതിൽ നമുക്ക് കുന്തൻ സ്റ്റോൺസ് വെച്ച് തന്നെ വേറൊരു മോഡൽ നെക്ലസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കാം. ഈ ഒരു നെക്ലസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് 2 ഹോൾ കുന്തൻ സ്റ്റോൺസ് ആണ്. ഞാനിവിടെ വൈറ്റ് കളർ കുന്തൻ സ്റ്റോൺസ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ചെറിയ ടൈപ്പ് ഗോൾഡൻ ബീഡ്സ് ആണ്. ഇനി നമുക്ക് വേണ്ടത് ചേടാപ്പെട്ടിയാണ്. ഇത് നമുക്ക് 2 എണ്ണം വേണം. ഇത് നമ്മുടെ 2 ഹോൾസിന് മാച്ച് ചെയ്യുന്ന പോലെയുള്ള സെയിം കളറിലുള്ള 2 എണ്ണമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ നെക്ലസിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും കൊടുക്കണം. ഇതാണ് നമ്മുടെ ചേടാപ്പെട്ടി. ഇത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിരുന്നു. ഞാനിവിടെ 3 ഹോളിൻ്റെ ചേടാപ്പെട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലെങ്ങനെയാണ് നൂല് കോർക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് 2 സൂചി എടുത്തിട്ട് 2ൽ സെപ്പറേറ്റ് ആയിട്ട് നൂല് കോർക്കാം. എന്നിട്ട് 2 നൂലും ഒരുമിച്ച് പിടിച്ചിട്ട് വേണം നമുക്ക് നോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. 2 സൂചിയിലും നമ്മൾ എടുക്കുന്ന ആ ത്രെഡിൻ്റെ ലെങ്ത്ത് ഈക്വലായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലെങ്ങനെ നൂല് കോർക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ചേടാപ്പെട്ടി മറിച്ച് പിടിക്കാം. എന്നിട്ട് ഇതിൽ ഏറ്റവും അറ്റത്തെ ഹോളിൽ കൂടി ഒരു സൂചി മാത്രം പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ ആ ത്രെഡ് ടൈറ്റായിട്ട് പിടിച്ചിട്ട് സെൻറ്ററിലെ ഹോളിൽ കൂടി വീണ്ടും ത്രെഡ് ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ആദ്യം ഇട്ട ഹോളിൽ കൂടി തന്നെ സൂചി പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ മിഡിലെ ഹോളിൽ കൂടി തന്നെ സൂചി ഉള്ളിലേക്ക് എടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു തവണ കൂടി ഏറ്റവും അറ്റത്തെ ഹോളിൽ കൂടി നമ്മുടെ സൂചി ഉള്ളിൽ നിന്നും പുറത്തേക്ക് വലിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ത്രെഡ് അവിടെ ലോക്കാവും. ഇപ്പോൾ നമ്മുടെ ആ സൈഡിലെ ത്രെഡ് ലോക്കായി കഴിഞ്ഞു. ഇനി അത് ടൈറ്റായിട്ട് നമുക്ക് വലിച്ചു പിടിച്ചിട്ട് അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ത്രെഡ് ലോക്ക് ചെയ്തെടുക്കണം. ആ സൈഡിലുള്ള അറ്റത്തെ ഹോളിൽ കൂടി നമുക്ക് സൂചി ഉള്ളിൽ നിന്നും പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് സെൻറ്ററിലെ ഹോളിൽ കൂടി ഉള്ളിലേക്ക് എടുക്കുക. ഇനി വീണ്ടും സൂചി അറ്റത്തെ ഹോളിൽ കൂടി തന്നെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും മിഡിലെ ഹോളിൽ കൂടി ഉള്ളിലേക്ക് എടുക്കുക. ഇനി ലാസ്റ്റ് ഒരു തവണ കൂടി നമുക്ക് അറ്റത്തെ ഹോളിൽ കൂടി സൂചി ഉള്ളിൽ നിന്നും പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ആ സൈഡിലെ ത്രെഡും ലോക്കായി കഴിഞ്ഞു. ഇതുപോലെ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. നമ്മുടെ ആ ചേടാപ്പെട്ടിയുടെ 2 അറ്റത്തുള്ള ഹോളിൽ കൂടി വേണം നമുക്ക് ത്രെഡ് ഇതുപോലെ പുറത്തേക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്ലസ് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം നമുക്ക് നമ്മുടെ 2 സൂചി ഇതുപോലെ എടുത്ത് പിടിക്കുക. ഇനി നമുക്ക് നമ്മുടെ ഏറ്റവും ആദ്യത്തെ സൂചിയിൽ, അതായത് ഏറ്റവും മുകളിലുള്ള സൂചിയിൽ 2 ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് താഴെയുള്ള സൂചിയിൽ 1 ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുക. ആദ്യം നമുക്ക് നമ്മുടെ 2 ത്രെഡും ഇതുപോലെ കയ്യിലെടുത്ത് പിടിക്കാം. എന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ സൂചി ഉണ്ടല്ലോ, അതായത് ഏറ്റവും താഴെയുള്ള സൂചി എടുത്തിട്ട് നമ്മുടെ മുകളിൽ 2 ബീഡ് നമ്മൾ ഇട്ട് കൊടുത്തതിൽ രണ്ടാമത്തെ ബീഡിൻ്റെ ഉള്ളിൽ കൂടി റിവേഴ്സായിട്ട് നമ്മൾ സൂചി എടുത്ത് ആ ത്രെഡ് ക്രോസ് ചെയ്തിട്ട് നമ്മൾ ടൈറ്റായിട്ട് വലിച്ചു കൊണ്ടുവരണം.
കണ്ടോ, ഇതുപോലെ നമ്മൾ ക്രോസ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ കിട്ടും. ഇനി നമ്മൾ വീണ്ടും ഏറ്റവും മേളത്തെ സൂചിയിൽ 2 ഗോൾഡൻ ബീഡും താഴെയുള്ള സൂചിയിൽ 1 ഗോൾഡൻ ബീഡും ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഇനി താഴെയുള്ള സൂചിയിൽ 1 ഗോൾഡൻ ബീഡ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ മേളത്തെ ത്രെഡിൽ കിടക്കുന്ന രണ്ടാമത്തെ ബീഡ് താഴെ കിടക്കുന്ന സൂചി എടുത്തിട്ട് ക്രോസ് ചെയ്ത് കൊണ്ടുവരാം. 2 ത്രെഡും 2 സൈഡിലേക്ക് വലിച്ച് ടൈറ്റ് ആക്കുക. വീണ്ടും ഇതേപോലെ തന്നെ മേളിൽ കിടക്കുന്ന സൂചിയിൽ 2 ഗോൾഡൻ ബീഡും താഴെ രണ്ടാമത്തെ സൂചിയിൽ 1 ഗോൾഡൻ ബീഡും ഇടുക. എന്നിട്ട് രണ്ടാമത്തെ സൂചി എടുത്തിട്ട് മേളിൽ കിടക്കുന്ന 2 ബീഡ്സിലെ രണ്ടാമത്തെ ബീഡിൻ്റെ ഉള്ളിൽ കൂടി ക്രോസ് ചെയ്തിട്ട് 2 സൈഡിലേക്കും ത്രെഡ് ടൈറ്റായിട്ട് വലിച്ച് കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ 4-5 തവണ ചെയ്ത് നിർത്തുക. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ 2 ഹോൾ കുന്തൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. കണ്ടോ, ഈ ഒരു പാറ്റേൺ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ലെങ്ത് വരെ ചെയ്ത് നിർത്താം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ കുന്തൻ സ്റ്റോൺസ് ആഡ് ചെയ്യാൻ പോണത്. ഞാനിവിടെ 4-5 തവണ മാത്രം ഈ ഒരു പാറ്റേൺ ചെയ്തിട്ട് നമ്മുടെ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള കുന്തൻ സ്റ്റോൺസ് വെച്ച് ബീഡ് ചെയ്യാണ് ചെയ്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട് ഒരു 8 തവണയോ 10 തവണയോ വേണമെങ്കിൽ ഈ ഒരു പാറ്റേൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് കുന്തൻ സ്റ്റോൺസ് വെച്ച് നെക്ലസ് ഉണ്ടാക്കി പോവാം. എന്നിട്ട് നമ്മുടെ എൻഡിങ്ങിലും ഈ ഒരു പാറ്റേൺ തന്നെ ചെയ്യണം. നമ്മളിവിടെ സ്റ്റാർട്ടിങ്ങിൽ എത്ര തവണ ചെയ്തിട്ടുണ്ടോ അതേപോലെ തന്നെ നമ്മുടെ എൻഡിങ്ങിലും ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്യണം. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു ഡിസൈൻ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മുടെ കുന്തൻ സ്റ്റോൺസ് ഇട്ടിട്ട് നമുക്ക് നെക്ലസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതും നമ്മൾ നേരത്തെ ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ്. മുകളിലത്തെ സൂചിയിൽ 2 ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നമ്മുടെ രണ്ടാമത്തെ സൂചിയിൽ, അതായത് താഴെയുള്ള സൂചിയിൽ ഗോൾഡൻ ബീഡ്സ് അല്ല കുന്തൻ സ്റ്റോൺ ആണ് ഇടാൻ പോകുന്നത്. ഇനി നമ്മുടെ പാറ്റേൺ ഇങ്ങനെ ആയിരിക്കും. അതായത് മേളത്തെ സൂചിയിൽ 2 ഗോൾഡൻ ബീഡും താഴെയുള്ള സൂചിയിൽ ഒരു 2 ഹോൾ കുന്തനും ആയിരിക്കും വരിക.
എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം അതേ മെത്തേഡ് തന്നെ മുകളിലത്തെ രണ്ടാമത്തെ ബീഡിൻ്റെ ഉള്ളിൽ കൂടി ഇപ്പോൾ നമ്മൾ കുന്തനിട്ട സൂചി ഉണ്ടല്ലോ, രണ്ടാമത്തെ സൂചി അതെടുത്തിട്ട് ക്രോസ് ചെയ്ത് കൊണ്ടുവരാം. സെയിം അതേപോലെ തന്നെ റിവേഴ്സായിട്ട് തന്നെ ക്രോസ് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ നമ്മുടെ രണ്ടാമത്തെ ബീഡ് എടുത്ത് പിടിക്കുക. എന്നിട്ട് സൂചി റിവേഴ്സായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും എടുക്കുക. എന്നിട്ട് രണ്ട് ത്രെഡും രണ്ട് ഡയറക്ഷനിലേക്ക് വലിച്ചിട്ട് ടൈറ്റ് ചെയ്യുക. ഇതുപോലെ രണ്ട് ത്രെഡും രണ്ട് സൈഡിലേക്ക് വലിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മുടെ നെക്ലസ്സിൽ ഈ ഒരു പാറ്റേൺ ആയിരിക്കും വരിക. താഴെ നമ്മുടെ 2 ഹോൾ കുന്തനും മുകളിൽ ഗോൾഡൻ ബീഡും ആയിരിക്കും വരിക. ഇനി നമുക്ക് മുകളിലുള്ള സൂചിയിൽ 2 ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് താഴെയുള്ള സൂചി എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ഹോൾ കുന്തൻ ഇട്ട് കൊടുക്കാം. ഇതേ ഓർഡറിൽ തന്നെ നമ്മൾ ഈ കുന്തൻ സ്റ്റോൺസും ഗോൾഡൻ ബീഡും വെച്ച് നമ്മുടെ നെക്ലസ് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് എത്ര ലെങ്ത്ത് ആവശ്യമുണ്ടോ അത്ര ലെങ്ത്ത് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ആവശ്യമുള്ള ലെങ്ത്തിൽ നമ്മൾ നമ്മുടെ ഈ 2 ഹോൾ കുന്തൻ വെച്ച് നെക്ലസ് എത്ര ലെങ്ത്ത് വേണോ അത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്ത പാറ്റേൺ ഉണ്ടല്ലോ, അതായത് ആ ഗോൾഡൻ ബീഡ്സ് വെച്ച് മാത്രം ചെയ്ത് അതുപോലെ നമ്മൾ എൻഡിങ്ങിലും ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ എൻഡിങ്ങിൽ നമ്മുടെ ഗോൾഡൻ ബീഡ്സ് വെച്ച് നമ്മുടെ പാറ്റേൺ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത പോലെ തന്നെ മുകളിൽ 2 ബീഡും താഴെ 1 ബീഡും കൊടുത്തിട്ട് താഴെയുള്ള സൂചി എടുത്ത് മുകളിലത്തെ രണ്ടാമത്തെ ബീഡിൻ്റെ ഉള്ളിൽ കൂടി റിവേഴ്സായിട്ട് ക്രോസ് ചെയ്ത് നമ്മുടെ ത്രെഡ് ടൈറ്റ് ചെയ്യുക. കണ്ടോ, ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഗോൾഡൻ ബീഡ്സ് വെച്ചുള്ള പാറ്റേണും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നമ്മുടെ നെക്ലസ് ഈ ഒരു ചേടാപ്പെട്ടി വെച്ചാണ് തുടങ്ങിയത്. അതേപോലെ തന്നെ നമുക്കിത് എൻഡിങ്ങിലും വെച്ചിട്ട് വേണം നമ്മുടെ നെക്ലസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും അറ്റത്തെ ഹോളിൽ കൂടി സൂചി പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് നമ്മുടെ മിഡിലെ ഹോളിൽ കൂടി സൂചി തിരിച്ചു കൊണ്ടുവരാം. വീണ്ടും അറ്റത്തെ ഹോളിൽ കൂടി സൂചി എടുക്കുക. വീണ്ടും മിഡിലെ ഹോളിൽ കൂടി സൂചി പുറത്തേക്ക് കൊണ്ടുവരാം.
ത്രെഡ് എപ്പോഴും ടൈറ്റായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് ലാസ്റ്റ് ഒരു തവണ കൂടി അറ്റത്തെ ഹോളിൽ കൂടി സൂചി പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഈ ഒരു സൈഡ് ലോക്കായി കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ സൂചി കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ത്രെഡ് നല്ല ടൈറ്റായിട്ട് കെട്ടാം. നമുക്ക് ഈ എക്സ്ട്രാ നിൽക്കുന്ന ത്രെഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെക്ലസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്ലസിൻ്റെ 2 സൈഡിലും ബാക്ക് റോപ്പ് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ബാക്ക് റോപ്പിലുള്ള ഹുക്ക് നമ്മുടെ ചെടപ്പെട്ടിയിലുള്ള ഹോളിലേക്ക് ആക്കി ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു മോഡലിൽ 2 നെക്ലസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇപ്പോൾ നമ്മൾ ചെയ്ത വൈറ്റ് കളറും പിന്നെ ഈ ഒരു ബ്ലൂ കളറും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു മോഡൽ നെക്ലസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.